വിളിച്ചത്. പിന്നെ കുറെ പേര് അപ്പോൾ ഞാൻ സ്ഥിരം അശ്വിന്റെ ഫാമിലിയുള്ള വ്ളോഗ് എടുക്കുമ്പോൾ അതിന്റെ അടിയിൽ ഒന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താ അശ്വിന്റെ അമ്മ എന്ന് പറയുന്നേ, അമ്മ എന്ന് വിളിച്ചുകൂടി എന്നുള്ളത്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എത്രത്തോളം പേരാണ് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതോ മമ്മി എന്ന് വിളിക്കുന്നതോ ആന്റി എന്ന് വിളിക്കുന്നതോ അതൊന്നും എനിക്കറിയില്ല. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഞാൻ അശ്വിന്റെ അമ്മ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിക്കുന്നത് ആന്റിക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് സോ ഹാപ്പി ഞാൻ അങ്ങനെ വിളിക്കുന്നതിന്. എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ മരുതൻമൊഴി വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയുടെ പേരാണ് സുധു കൃഷ്ണകുമാർ. അപ്പൊ ആ പുള്ളിക്കാരിനെ അല്ലാതെ എനിക്ക് വഴി നിൽക്കുന്ന എല്ലാവരും അമ്മയെ അച്ഛനൊന്നും എനിക്ക് വിളിക്കാൻ പറ്റില്ല. എന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്, എന്റെ അമ്മ സിന്ധു കൃഷ്ണയാണ്. അശ്വിന്റെ അച്ഛനാണ് മീനാക്ഷി, അശ്വിന്റെ അച്ഛനാണ് ഗണേഷ്. അപ്പൊ അശ്വിൻ ഒരിക്കലും വന്ന് എന്റെ അമ്മയെ കണ്ടിട്ട് അമ്മേ അല്ലെങ്കിൽ എന്റെ അച്ഛനെ കണ്ട അച്ഛാ എന്ന് വിളിക്കത്തില്ല. അങ്ങനെ വിളിച്ചാൽ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഭ്രാന്താണെന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ. അയാൾ അങ്ങനെ വിളിക്കത്തില്ല, കാരണം തോന്നിയിട്ടില്ല. അയാൾ എന്റെ അച്ഛനെ വിളിക്കുന്ന അങ്കിളെന്നും അമ്മയെ വിളിക്കുന്ന ആന്റിന്നും. പക്ഷെ അത് ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവർക്കും അവരവരുടെ അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ വിളിച്ചാൽ ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചോളൂ. എനിവേസ് എന്താ ഓക്കെ. അത് മാത്രമല്ല, ഇപ്പൊ നാളെ ഓമി കല്യാണം കഴിച്ച് വേറെ കോട്ടിൽ പോകുന്നു. അപ്പൊ ഓമിയുടെ വൈഫിന്റെ അമ്മേനെ ഓമി ചെന്ന് അമ്മ എന്ന് വിളിച്ചാൽ ഞാൻ അവരോട് ചോദിക്കും, അപ്പൊ ഞാൻ ആരെന്ന് ഞാൻ ഉറപ്പായിട്ടും ചോദിക്കും. എനിക്കിപ്പോ ഓമി വേറൊരാളെ പോയി അമ്മ എന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ആവും. എനിക്ക് എന്നെ മാത്രം വിളിച്ചാൽ മതി, വേറെ ആരെയും വിളിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ അശ്വിന്റെ അമ്മയ്ക്കായാലും എന്റെ അമ്മയ്ക്കായാലും എല്ലാവർക്കും അവരവരുടെ പിള്ളേർ അമ്മ എന്ന് വിളിക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. എല്ലാരും കൂടെ വന്നിട്ട് അമ്മയെന്ന് വിളിക്കാൻ കാവിലെ അമ്മയൊന്നും അല്ലല്ലോ. എനിവേസ് ആ ഒരു കമന്റിനുള്ള ആൻസർ ആയിട്ട് ഞാൻ തന്നതാണ്. കാരണം എപ്പോഴും ആൾക്കാർ അത് ഇട്ടിട്ട് വെറുപ്പിക്കുന്നുണ്ട്. കണ്ടു മടുത്തിട്ട് ഞാനൊരു ഉത്തരം നൽകിയിട്ടുള്ളതിന്. എനിവേസ് അപ്പൊ നമ്മള് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് VKK നഗറിലോട്ടാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു സംസ്കാരമാണ്. അതായത് നമ്മൾ വിവാഹം കഴിഞ്ഞൊക്കെ പോകാൻ നേരത്ത് എന്താ പറയണ, ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ രണ്ട് കുടുംബങ്ങളാണ്, എന്ന് വെച്ചാൽ ഒരു രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ട് കുടുംബങ്ങളാണ് ഒന്നിക്കണേ എന്നാണ് പറയണത്. അതിലൂടെ ഒരു ബന്ധമാണ് വളരുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ കേരളത്തിൽ പറയുന്നത്. അതേപോലെ തന്നെ പണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിലോട്ടാണെങ്കിലും നമ്മുടെ പാരൻസ് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താ, അതായത് അച്ഛനും അവിടുത്തെ അച്ഛനെ അമ്മേനെയും സഹോദരങ്ങളെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടപ്പിറപ്പും അച്ഛനും അമ്മയൊക്കെ ഇട്ടൊക്കെ തന്നെ കാണണം എന്നാണ് പറയണത്. പിന്നെ നമ്മൾ ഓരോ പേരും വിളിക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വരത്തില്ല. പക്ഷെ ദിയേനെ സംബന്ധിച്ച് അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ദിയ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വഴിയിൽ നിൽക്കുന്നവരെയൊക്കെ എനിക്ക് പോയി അമ്മ അച്ഛൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അത് പക്ഷേ റോങ് ആണ്. ദിയ അടുത്തൊരു കാര്യം ചോദിക്കണേ, അപ്പോൾ വഴിയിൽ കൂടി പോയ ആ അമ്മയുടെ മോനെ പോയി പ്രേമിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ആ മോൻ്റെ അമ്മേനെ അമ്മ എന്ന് വിളിക്കുന്നതാണ് ദിയയ്ക്ക് ബുദ്ധിമുട്ട് അല്ലേ? കൊള്ളാം. പിന്നെ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെയും അമ്മേനെയും, അതായത് കൃഷ്ണകുമാരനെയും സിന്ധുവിനെയും അശ്വിൻ കയറി അച്ഛ അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും തനിക്ക് എന്താ ഭ്രാന്താണോ എന്ന്. അത് കൊള്ളാം. അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ പാരൻസിനെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുന്നത് ഭ്രാന്തുള്ളവരെന്നാണോ ദിയയുടെ സങ്കല്പം? അത് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഭ്രാന്താന്ന് പറയണമല്ലോ. കേരളത്തിൽ തന്നെ അല്ല, എല്ലായിടത്തും തന്നെ നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ തന്നെ എല്ലാവർക്കും തന്നെ ഭ്രാന്താണെന്ന് നമ്മൾ മുദ്രകുത്തേണ്ടി വരുമല്ലോ അച്ഛനമ്മ എന്ന് വിളിക്കുന്നതിൽ. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി, ഇപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫാമിലി, ഞാനൊരു മാരീഡായ വുമണാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മേനെ എനിക്ക് പരിചയമുള്ള അന്ന് മുതൽ ഞാൻ ആ അമ്മേനെ അമ്മയെന്ന് തന്നെ വിളിക്കുന്നത്. അത് ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഞങ്ങൾക്കിടയിൽ പല ഇഷ്യൂസുകളുണ്ടാകും, പക്ഷേ അമ്മ എന്ന് മാറി ഇതുവരെയായിട്ട് ഒന്നും വിളിച്ചിട്ടില്ല. കാരണം എനിക്ക് അത്രയും എൻ്റെ ഭർത്താവിനെ എനിക്ക് തന്നത് ആ അമ്മയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ വന്നാലും ആ അമ്മയുടെ പല ഗുണങ്ങളും ഉണ്ടാകാം, ചിലപ്പോൾ ചീത്ത ഉണ്ടാകും, ചിലപ്പോൾ നല്ല ഗുണങ്ങളും ഉണ്ടാകും. എന്തായാലും ആ അമ്മ വളർത്തിയ ചില ഗുണങ്ങളെങ്കിലും ആ മകനിലുണ്ടാകും. അത് ഒരു പക്ഷേ എനിക്ക് നല്ലതായിരിക്കും ഉണ്ടാകണത്. അപ്പോൾ എനിക്ക് അത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിന് ഞാൻ എൻ്റെ ആ അമ്മയോട് ഞാൻ എന്തൊക്കെ വന്നാലും നന്ദിയുള്ളവളായിരിക്കണം എന്നാണ് എൻ്റെ ഒരു മനസ്സ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടറിൽ ഒരു ഒത്തിരി ശതമാനം ക്യാരക്ടർ ആ അമ്മയിൽ നിന്നുള്ള ക്യാരക്ടർ കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അമ്മയുടെ ഒരു എന്താ പറയുക, അമ്മ വളർത്തിയതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു സ്ത്രീയോട് കാണിക്കേണ്ട എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒന്ന് സഹായിക്കും. പുള്ളിയുടെ അമ്മേനെയും അങ്ങനെ സഹായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി എന്നെയും വന്ന് സഹായിക്കുന്നുണ്ട്. അതൊക്കെ എന്താ, ആ അമ്മയും മകനും നമ്മളൊരു ബോണ്ടിങ്ങിലുണ്ടായ ഒരു ഇതാണ്.
ഇത് എനിക്കും കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ അമ്മയുടെ താങ്ക്ഫുൾ അല്ലേ? ആ ഫാമിലിയോട് ഞാൻ താങ്ക്ഫുൾ അല്ലേ? അപ്പം എന്നെ സംബന്ധിച്ച് അത്രയും നല്ലൊരു ഹസ്ബൻഡ് എനിക്ക് തന്നതാരാ? ആ അമ്മയാ. ഈ അമ്മയും ഞാൻ തമ്മിൽ ചിലപ്പോൾ പല ഇഷ്യൂസും ഉണ്ടാവും, പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ എനിക്ക് എന്തൊക്കെ വന്നാലും ആ അമ്മ എന്ന് പറയണത് എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിന് തന്ന ആ അമ്മയാണ്. അപ്പം ആ അമ്മയടുത്ത് എപ്പോഴും എനിക്കൊരു കടപ്പാടും അവരോടൊരു സ്നേഹവും എല്ലാം തന്നെ ഉണ്ടാവും. എൻ്റെ ചൈൽഡ്ഹുഡിലുള്ള കാര്യങ്ങളെടുക്കാം. ചൈൽഡ്ഹുഡിലാണെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈവൻ നമുക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? നമ്മുടെ ഭയങ്കര ബെസ്റ്റ് ബഡീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടു നടന്നത്. ആ ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്കത് അത്രയും ഇപ്പം എനിക്ക് 2-3 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ അമ്മേനെ ഞാൻ അമ്മ എന്നാണ് വിളിക്കണത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ അമ്മമാര് നമുക്ക് തരുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന അതേ പ്രയോറിറ്റി നമ്മളോട് കാണിക്കുന്നുണ്ട്. നമ്മൾ വല്ലപ്പോഴും കാണുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പ്രയോറിറ്റി എൻ്റെ മകളുടെ അടുത്ത കൂട്ടുകാരിയാണ് എന്നൊരു പ്രയോറിറ്റി അവർ നമുക്ക് തരുന്നുണ്ട്. അപ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ അമ്മേനെയും എന്നെ സംബന്ധിച്ച് ഞാൻ അമ്മ എന്നാണ് വിളിക്കണത്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണോ? അതുപോലെ എത്രയോ ആൾക്കാരുണ്ട് ഇല്ലേ? പക്ഷേ വേറൊരു കാര്യമാണ് എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ പെട്ടെന്ന് ഇപ്പം ദിയയുടെ പോലെ തന്നെയാണ്. പെട്ടെന്ന് വിളിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാലും വിളിക്കുന്നത് അച്ഛ, അമ്മ എന്നൊക്കെ തന്നെയായിരിക്കും എൻ്റെ ഫാമിലിയിൽ ഇട്ട് വിളിക്കണത്. പക്ഷേ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനകത്ത് നമ്മൾ ആരെയും കൈകടത്താൻ വരുന്നില്ല. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ദിയ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒന്ന് വഴിക്കൂടി പോണവരെയൊക്കെ എനിക്ക് കയറി വിളിക്കാൻ പറ്റുമോ? അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര അഹങ്കാരത്തോടെയുള്ള ഒരു ഇതാണ്. പിന്നെ 2 പറയുന്ന നേരത്ത് എന്താ എനിക്ക് അശ്വിനോട് ഞാൻ ചോദിക്കും തനിക്കെന്താ ഭ്രാന്താണോ? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഭ്രാന്താണെന്നല്ലേ പറയണത്. ആകെ ഭ്രാന്തില്ലാത്തൊരു വ്യക്തി എന്ന് പറയുന്നത് ദിയ കൃഷ്ണൻ എന്നായിരിക്കും പറയേണ്ടി വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി എനിക്ക് തോന്നുന്നു 1 വയസ്സെന്തോ ആയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക്. ഈ ദിയയുടെ മകൻ ഓമി എന്ന് പറയണത്. ആ കുട്ടി ആദ്യം എന്ത് വിളിക്കണമെന്ന് ദിയ ഇപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്കും ഒരു കുഞ്ഞുള്ളതാണ്. ഇപ്പം എൻ്റെ കുഞ്ഞ് വലുതായി വരുമ്പോഴത്തേനും അവൾക്കൊരു ഫ്രണ്ടിൻ്റെ അമ്മേനെ അമ്മയെന്ന് വിളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവളുടെ ഇഷ്ടമാണത്. അവളുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോഴേ പറയണത് എന്താ? അവൻ ആരെങ്കിലും അമ്മേന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും എന്നാ പറയണത്. അങ്ങനെയാണെങ്കിൽ എൻ്റെയൊക്കെ അമ്മയൊക്കെ എന്തുമാത്രം അങ്ങനെ ഇതാക്കണമെന്ന് അറിയാമോ? അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കണം. ഞാൻ എൻ്റെ അടുത്ത ക്ലോസ് ഫ്രണ്ട്സിൻ്റെയൊക്കെ അമ്മമാരെയൊക്കെ ഞാൻ പണ്ട് പോലെ അമ്മ എന്ന് വിളിക്കുന്നത്. അച്ഛനെ എന്താണ് അച്ഛന്മാരായിട്ട് നമുക്ക് അത്ര കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. പക്ഷെ അമ്മമാരൊക്കെ നമ്മൾ ഈവൻ ഒരു ഫുഡ് കഴിക്കുമ്പോൾ പോലും നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ ഷെയർ ഒക്കെ ചെയ്തായിരിക്കുമല്ലോ കഴിക്കുന്നത്. അപ്പോൾ ആ അമ്മയുടെ ഫുഡും ആ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഫുഡിനകത്ത് നമുക്കുള്ള ഫുഡ് അവർ കൊടുത്തു വിടും. എന്ന് വെച്ചാൽ ഈവൻ ഒരു കറികളൊക്കെ ആണെങ്കിലും നമുക്കുള്ള കറികളൊക്കെ ആ പാരൻസ് നമുക്കും കൂടെ അറിഞ്ഞുകൊണ്ട് കൊടുത്തു വിടും. അപ്പോൾ ആ സ്നേഹത്തിന് നമ്മൾ അംഗീകരിക്കണം. അത് നമ്മളെ കരുതി വെച്ചിട്ടല്ലേ അവർ കൊടുത്തു വിടുന്നത്. അപ്പം നമ്മൾ അതിനെ എന്താ വിളിക്കണം? അപ്പോൾ ആ ഒരു സ്നേഹമാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് അമ്മ എന്ന വാക്കിലൂടെ, ആ ഒരു അർത്ഥത്തിലൂടെ. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലെ തോട്ട് എന്നൊക്കെ പറയണത്. പക്ഷെ എനിക്കിതിനകത്ത് എനിക്കൊരു അത്ഭുതം തോന്നിയേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു സ്റ്റേറ്റ്മെൻ്റൊക്കെ നടത്തിയിട്ടാണെങ്കിൽ പോലും അശ്വിൻ മേ ബി അവരുടെ ലൈഫിലുണ്ടായിട്ടുണ്ടാവും. ഈവൻ എൻ്റെ ഹസ്ബൻഡൊക്കെയാണ് ഞാൻ പറയണേ വഴി കൂടി പോണ അവരെ കയറി എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നല്ല സീനായേനെ, നല്ല ഫാമിലി, നല്ല ചികിട ആയേനെ. ദിയനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടിയത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും മിണ്ടാത്ത ഇങ്ങനത്തെ ഒരു ഹസ്ബൻഡിനെ കിട്ടി ദിയയുടെ ഭാഗ്യമെന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ മിണ്ടാതിരിക്കണമല്ലോ. പിന്നെയെന്ന് പറയുമ്പോൾ എന്നിട്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിനെ സംബന്ധിച്ച് ദിയ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലോട്ടറി തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ആ ഫാമിലി തന്നെ അതിനകത്തൊരു എന്താ പറയണത്, യൂട്യൂബ് മാത്രമല്ല ആ യൂട്യൂബിലൂടെ തന്നെ ദിയയാണെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റോർ ഇട്ടു, ഓർണമെൻറ്റ്സ് ആയി. ഇപ്പം അതിനകത്ത് എനിക്കൊന്ന് ക്ലോത്തിങ് സ്റ്റോർ ഉണ്ട് തോന്നുന്നു, സാരീസിൻ്റെ. അങ്ങനെയായി. പിന്നെ അങ്ങനെയുള്ള ബിസിനസ്സിലൊക്കെ ദിയ നല്ലൊരു എന്താ പറയുക നല്ലൊരു നിലയിലോട്ട് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അതൊക്കെ കൊണ്ടായിരിക്കും ഈ അശ്വിൻ എന്ന് പറയുന്ന ഈ ഹസ്ബൻഡ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദിയ പറയാൻ നേരത്തെ എനിക്ക് ചോദിക്കാനുള്ള 2-3 കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി കൂടി പോകുന്ന ആ അമ്മയുടെ മകനെ സ്നേഹിക്കാം, പക്ഷെ ആ അമ്മേനെ അമ്മ എന്ന രീതിയിൽ വിളിക്കാനും പറ്റത്തില്ല. ആ രീതിയിലൊന്നും
ഇതാക്കാൻ പറ്റില്ല എന്ന് പറയണത്. പിന്നെ രണ്ടെന്ന് പറയണത് ദിയയുടെ കുഞ്ഞിൻ്റെ കാര്യം. കുഞ്ഞ് ആരെ അമ്മ അച്ഛൻ എന്നൊക്കെ വിളിക്കണമെന്ന് തീരുമാനിക്കണം ദിയാണെന്ന് പറഞ്ഞു. കാരണം ആ കുട്ടിയുടെ ആ 1 വയസ്സുള്ള കുട്ടിയുടെ കാര്യം ഇപ്പോഴേ ദിയ അങ്ങ് ഏറ്റെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വലുതാകുമ്പോൾ ആരെ എന്ത് വിളിക്കണം, അവനൊരാൾ അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ദിയയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല, ദിയയ്ക്ക് അതിനകത്ത് എന്താ പറയുക വറീഡ് ആവും എന്ന രീതിയിൽ അത്രയും ഇത് ദിയ കൊടുക്കുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഫ്രീഡത്തിന് ഇപ്പോഴേ ദിയ ഒരു എന്താ പറയുക ഒരു അതിർവരമ്പ് ഇതാക്കിയേക്കണ കൂട്ടാണ് ദിയ പറയുന്നത്. അതായത് ഇത്രയും ഫ്രീഡം കിട്ടിയ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ് ദിയ എന്ന് നമ്മൾ ഓർക്കണം. അപ്പോഴാണ് ആ കുട്ടിയുടെ ഫ്രീഡത്തിൽ കയറി ഇപ്പോഴേ അങ്ങ് അത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ദിയ എടുത്തു പറയുന്നുണ്ട്, കുറേ പേര് അടിക്കടി ഇങ്ങനെ കമൻസ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അശ്വിൻ്റെ അമ്മ എന്താ അങ്ങനെ വിളിക്കണേന്ന് ചോദിച്ചിട്ട്. അത് കോമൺ ആയിട്ട് ആരാണെങ്കിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അങ്ങനെ നമ്മൾ കാണുമ്പോഴത്തേനും നമ്മൾ അറിയാതെയാണ് ചോദിച്ചല്ലോ. പക്ഷേ ദിയ ഇത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ദിയ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യവും എന്താ പറയുക ഭയങ്കര വീർപ്പ് മുട്ടൽ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ ദിയക്ക് ഭയങ്കര വീർപ്പ് മുട്ടൽ ഇതാക്കുന്ന രീതിയിലാണ് ദിയ സംസാരിക്കുന്നത്. പക്ഷെ ദിയ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ദിയ ഇത്രയും ഭയങ്കര ഹാർഡായിട്ട് ഈ ഒരു ഇതിന് ഉത്തരം കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയ ഈ വ്യൂവേഴ്സ്, അതായത് ഈ വ്യൂവേഴ്സ് ആണല്ലോ ദിയയുടെ സബ്സ്ക്രൈബേഴ്സ്, അത് ഈ സബ്സ്ക്രൈബേഴ്സാണ് ദിയക്ക് കമൻ്റ് ഇടുന്നത്. ദിയയുടെ വീഡിയോ ഫുള്ള് കണ്ടു കഴിഞ്ഞാലല്ലേ അവർ കമൻ്റ് എടുത്തുള്ളൂ. അതായത് അടിക്കടി വാച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം ഈ ദിയയുടെ വീഡിയോയ്ക്ക് വന്നിട്ട് കമൻ്റ് ഇട്ടേക്കണത്. അപ്പോൾ ഇതുപോലെയുള്ള രീതിയിലുള്ള മറുപടി കൊടുക്കാൻ നേരത്ത് അവർക്ക് ദിയയുടെ അടുത്തൊരു അകൽച്ചക്കുറവ് ഉണ്ടാവത്തില്ലേ? കാരണം ദിയ ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എന്തായി, ദിയക്കാണെങ്കിലും ഈവൻ അതിൽ കൂടെ ഒരു വരുമാനം ഇൻകം കിട്ടുന്നതുകൊണ്ടാണ്. ആ ഇൻകം തരുന്നത് ആരാണ്? ഈ വ്യൂവേഴ്സ് തന്നെയാണ്. കാരണം ഈ വ്യൂവേഴ്സ് കണ്ടാലേ ദിയയ്ക്ക് കിട്ടത്തുള്ളൂ. അപ്പം ദിയ ആണെങ്കിൽ അവരോട് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ല. അവരെ അഭിപ്രായങ്ങളൊന്നും എനിക്ക് തോന്നിയത് പറയും, എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ ചെയ്യും എന്ന രീതിയിൽ അങ്ങ് എടുക്കുക. അപ്പം അതിന് അറ്റ്ലീസ്റ്റ് ഒരു നല്ല രീതിയിൽ നല്ല മാന്യമായ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് എനിക്കതാണ് താല്പര്യം, അല്ലാതെ ഇതുപോലെ ഇത്ര ഹാർഡായിട്ടൊന്നും ഈ സബ്സ്ക്രൈബേഴ്സിനോടൊന്നും പെരുമാറേണ്ട കാര്യം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ കണ്ടാലല്ലേ, അല്ലെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലല്ലേ ഒരു യൂട്യൂബിൽ ഒരു എന്താ പറയണത് നമ്മളെ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്ന ആളുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെൻ്റെ അഭിപ്രായമാണ്. അതായത് ദിയയുടെ വീഡിയോയിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുമാത്രം കെയറിങ് ദിയയുടെ ഫാമിലിക്കും ആ പാരൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയാണ് എന്ത് സർപ്രൈസാണ്, അതായത് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതായത് അശ്വിൻ്റെ ഫാമിലി ചോദിക്കുമ്പോഴത്തേനും ദിയ പറയുന്നുണ്ട്, എനിക്ക് വലിയ ഗിഫ്റ്റൊന്നും വേണ്ട, എനിക്ക് നിങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം. അത്രയും നല്ലൊരു ഫാമിലിനെ കിട്ടിയിട്ട് ഈ വഴി കൂടി പോണവർ, അതുപോലെ തന്നെ കാവിലമ്മ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ കേൾക്കുന്നവർക്ക് ഒരു അപമാനമായിട്ടാണ് തോന്നുന്നത്. അതായത് അവരെ അപമാനിക്കുന്ന രീതിയിലായിട്ടാണ് നമുക്ക് തോന്നിയത്. അതേപോലെ തന്നെ ദിയ ഇത്രയും അഹങ്കാരമൊന്നും വേണ്ട. എന്തിനാണ് ദിയ ഒരു നോർമൽ ലെവലിൽ നിന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ ദിയക്കത് മനസ്സിലാവും. അതുകൂടാതെ തന്നെ ഈ ഒരൊറ്റൊരു വീഡിയോയിൽ കൂടി തന്നെ, അതായത് എല്ലാവർക്കും തന്നെ മനസ്സിലായ കാര്യമാണ് ദിയ ഈ സബ്സ്ക്രൈബേഴ്സിനും ഈ ഫോളോവേഴ്സിനും യാതൊരു വില കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം. അതൊക്കെ കൊണ്ട് തന്നെ ഒറ്റയടിക്കാണ് ദിയയുടെ ഫോളോവേഴ്സും ഈവൻ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും അങ്ങ് ഇറങ്ങിപ്പോയി. അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന്, അതായത് ദിയയുടെ വീഡിയോസിൻ്റെ അടിയിലുള്ള കമൻറ്റൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഫോളോവേഴ്സ് നല്ല രീതിയിൽ കുറഞ്ഞു. ഇതൊക്കെ ദിയയുടെ ഒരു ഇതുകൊണ്ട് തന്നെയല്ലേ. നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ നിങ്ങളുടെ വീഡിയോ കാണാനും അതിലെന്തെങ്കിലുമൊക്കെ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് വീണ്ടും കാണാനായിട്ട് ഇത്ര ടൈം, നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒന്നാണ് ടൈം എന്ന് പറഞ്ഞാൽ. ആ ടൈമിൽ ഒരു ഭാഗം നമുക്കായിട്ട് തരാൻ നേരത്ത് നമ്മൾ അത്യാവശ്യം അവർക്ക് കൊടുക്കേണ്ട പരിഗണന നമ്മൾ കൊടുക്കണ്ടേ? അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ദിയയുടെ ചിന്താഗതി ഉള്ള ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ അച്ഛൻ അമ്മ എന്ന് വിളിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാനം ഒന്ന് കുറഞ്ഞു പോവുക, നമ്മുടെ വില കുറഞ്ഞു പോവുക അങ്ങനെയൊന്നുമില്ല. നമ്മളൊരാളെ അച്ഛൻ അമ്മ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ആ വിളി കേൾക്കാൻ നേരത്ത് അവർക്കുണ്ടാകുന്ന ആ പാരൻസിനുണ്ടാകുന്ന സന്തോഷം ഒന്നും അത് വേറെ തന്നെയായിരിക്കും.
ഇപ്പൊ എത്രയോ വലിയ ആക്ടേഴ്സ്, ഈവൻ ഒരു മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും അവരൊക്കെ എത്രയോ പേര്, എത്രയോ പ്രായം ആൾക്കാരെ അമ്മ അച്ഛൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്നും പറഞ്ഞ് അവരുടെ വില ഇടിഞ്ഞു പോകുന്നുണ്ടോ? അവർ വഴി പോയ ആൾക്കാരെയൊക്കെയാണ് അച്ഛ അമ്മ എന്ന് വിളിക്കുന്നത്. അല്ല, അപ്പൊ എന്താ പറയണ, അവരെ ഒരു ബഹുമാനം കൊടുത്തിട്ടാണ് ആ വിളിക്കുന്നത് അച്ഛ അമ്മ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ബയോളജിക്കലി നമുക്കുണ്ടായ ഒരു ബോണ്ട് ഉണ്ടല്ലോ, അതായത് നമ്മുടെ അമ്മയും മക്കളും നമ്മളൊരു ബോണ്ട്, ആ ബോണ്ടിന് ഒന്നും സംഭവിക്കില്ല. ആ ബോണ്ട് അങ്ങനെ തന്നെ ഉണ്ടാവും. അത് വേറൊരു തരം ബോണ്ടാണ്. അത് ബ്രേക്ക് ആക്കാനോ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ സത്യം പറഞ്ഞാൽ വളരെയധികം തെറ്റാണ്. ഇത്രയും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും ലോകറിവും എല്ലാം ഉണ്ടായിട്ട് പോലും ദിയെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നേരത്താണ് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തത്. അത്